ഹായ്, ഞാൻ റിസ്വാന റജി, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിലെ R40 ബാച്ചിലെ സ്റ്റുഡൻ്റായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ സുബിൻ സാറായിരുന്നു. ഞാനിപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയ് 7 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു മിറക്കിളിനെ പറ്റിയാണ്. അതുപോലെ ഞാൻ എക്സാം ഹാളിൽ പ്രിപ്പയർഡ് ആയിട്ടൊക്കെ പോയി, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എക്സാം ഹാള് കിട്ടി, റൂം നമ്പർ കിട്ടി, അങ്ങനെ എൻ്റെ സീറ്റ് വന്നിരുന്നു, ബെല്ലടിച്ചു, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് വെച്ചാൽ ബയോളജി ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ബയോളജി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പാളിപ്പോയി, ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറയുന്ന പോലെ തോന്നി. അതായത് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു, എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ അതവിടെ നിന്നില്ല. എൻ്റെ പഴയ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ധൃതിക്ക് ഞാനത് അറ്റൻഡ് ചെയ്ത് തെറ്റിച്ചായിരുന്നു. പക്ഷേ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അതും കിട്ടുന്നില്ല. ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു 6 ക്വസ്റ്റ്യൻസോളം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ടെൻഷനായി ചെറുതായിട്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നിമിഷം കണ്ണടച്ച് ദൈവത്തെ ഒന്ന് വിളിച്ചു. അതിനുശേഷം അടുത്ത സബ്ജക്റ്റ് ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. കെമിസ്ട്രി ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത് ഫുള്ള് അറിയാവുന്നൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഫിസിക്സും അറ്റൻഡ് ചെയ്തു. ആ 6 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി ബയോളജി ക്വസ്റ്റ്യൻസ് അറിയാവുന്ന എഴുതി. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ആയപ്പോൾ എനിക്ക് ടൈം കിട്ടി 6 ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതണ്ടെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഞെട്ടൽ തോന്നി. അതായത് ആദ്യത്തെ വായനയിൽ തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവുകയും കറക്റ്റ് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അതിന് കാരണം ആദ്യമായിട്ട് തോന്നിയ കാരണം എൻ്റെ പേരൻസിൻ്റെ ബ്ലെസ്സിങ്സും പ്രേയേഴ്സും ആയിരുന്നു. എൻ്റെ ഉമ്മ എവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രില്യൻറ്റിലെ എക്സാംസ് തന്നെയായിരുന്നു, എക്സാം പ്രാക്ടീസ്. ഞാൻ കറക്റ്റായിട്ട് ഈ കഴിഞ്ഞ നീറ്റ് പ്രിപ്പറേഷനിൽ എനിക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വിട്ട് കളയാതെ വീണ്ടും റെഫർ ചെയ്യുമായിരുന്നു. കാരണം അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അതായത് ഇപ്പം നമുക്ക് ടെൻഷൻ തോന്നി, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ലെന്ന് തോന്നിയാലും പെട്ടെന്ന് ചാടിക്കയറി ഒരു ഓപ്ഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാതെ സമാധാനത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബ്രില്യൻറ്റിൽ വരുന്ന എക്സാംസിലൊക്കെ ഞാൻ ആ ഒരു മെത്തേഡായിരുന്നു യൂസ് ചെയ്തത്. ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതും, പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് നോക്കും. അത് എഫക്റ്റീവായിരുന്നു. പിന്നെ അതുപോലെ ബ്രില്യൻറ്റിലെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് എനിക്ക് ലാസ്റ്റ് മോഡലിന് എനിക്കൊരു ക്വസ്റ്റ്യൻ ബ്രില്യൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിയിരുന്നു. ഒന്നല്ല, കുറച്ച് തെറ്റി. അതിൽ ഒരു ക്വസ്റ്റ്യൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നീറ്റിന് വന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് എഴുതാൻ സാധിച്ചു. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് നീറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ആൻസർ കീ ഒക്കെ നോക്കി അങ്ങനെ തൃപ്തിയായി. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ഡ്രീം പ്ലേസായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത്. ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ഇൻസ്പയർഡ് ആവുമല്ലോ ഈ കോളേജിൻ്റെ ഒക്കെ സീൻസ് കാണുമ്പോൾ. അന്ന് കിട്ടാതിരിക്കുമ്പോൾ കാണുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷേ ഇപ്പോൾ ഭയങ്കര പ്രൗഡായിട്ടും നല്ല സന്തോഷവുമാണ് തോന്നുന്നത് എനിക്കും എൻ്റെ പാരൻസിനും എൻ്റെ ഫാമിലിക്കും. അതിന് ബ്രില്യൻറ്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരണം അവരുടെ ഈ ഒരു പാറ്റേണിലുള്ള ഒരു ചിട്ടയായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സും അവരുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഒക്കെയാണ് എനിക്കിപ്പോഴും കിട്ടിയത്. എന്നെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമുക്കതും വേണം, നമുക്ക് ബ്ലെസ്സിങ്സും വേണം, പഠിച്ചാൽ മാത്രമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ വേണം. അതൊക്കെ എനിക്ക് ബ്രില്യൻറ്റിൽ കിട്ടിയിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ നീറ്റ് എക്സ്പീരിയൻസ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ വിജയിച്ച ചരിത്രമുണ്ട്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഫേസിലായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവരുടെ സമയം വിനോദങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി മാറ്റി വെക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗോളിന് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഇരിക്കുമായിരിക്കും. കുറേ മണിക്കൂർ പഠിച്ചു, ഉറങ്ങാതെയൊക്കെ ഇരുന്ന് പഠിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കും. തീർച്ചയായും അതിന് റിസൾട്ട് ദൈവം തരും. കാരണം
നമ്മൾ എത്രത്തോളം ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, എത്രത്തോളം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമുക്കത് കിട്ടും. കാരണം നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വലുതാണ് അല്ലേ? ഞാനും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അതിൻ്റെ റിസൾട്ട് ഇപ്പം എനിക്ക് കിട്ടി. അതുപോലെ നിങ്ങൾക്കും തീർച്ചയായും സാധിക്കും. കാരണം നിങ്ങളും അതുപോലെ മിടുക്കരാണ്. എല്ലാവർക്കും ഈ വരുന്ന നീറ്റ് എക്സാമിന് എൻ്റെ എല്ലാ വിഷസും ഉണ്ട്. ഒന്നും നോക്കണ്ട, ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക. നല്ല ഹെൽത്തും നോക്കണം കേട്ടോ. ഹെൽത്തും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങുക, അത്യാവശ്യം ഉറങ്ങുക, ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, പിന്നെ പഠിക്കണം. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ അതിൻ്റെ പാർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഭയങ്കര ആ ഒരു പീക്കിലുള്ള ഹാർഡ് വർക്കിലായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് ഇവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ പേരൻസ് തന്നെയാണ് അതിന് വലിയൊരു പങ്ക് വഹിച്ചത്. ഞാൻ ഓരോ തവണ തോൽവി ഏറ്റുവാങ്ങുമ്പോഴും എനിക്ക് അവർ ചാൻസ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു മുന്നോട്ട് വിജയിക്കാനായിട്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സപ്പോർട്ടും ആത്മവിശ്വാസവും ധൈര്യവും എനിക്ക് തന്നു, സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അതുപോലെ ഞാനും ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ എനിക്ക് നല്ല സമയം തന്നിരിക്കുകയാണ് ദൈവം, ഇങ്ങനൊരു ഡ്രീം കോളേജ് അച്ചീവ് ചെയ്തതിലൂടെ. ഇനിയും മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ ഞാൻ നല്ലൊരു ഡോക്ടറായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും വളരെ ആ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും ഈ കോളേജിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു.